അടുത്ത നമ്മൾ പോകാൻ പോകുന്നത് എന്തിലേക്കാണ്? ഒരു കിടിലം താറാവ് കറിയിലേക്ക് കേട്ടോ. ഈസ്റ്റർ സ്പെഷ്യൽ ഒരു താറാവ് കറിയിലേക്കാണ്. അതിൻ്റെ സ്റ്റൈൽ ഓഫ് കുക്കിങ്ങിലോ അതിൻ്റെ ഇൻഗ്രീഡിയൻസിലോ ഒന്നുമല്ല അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒത്തുചേർന്നായിരിക്കും അത് ചെയ്യാൻ പോകുന്നതെന്നുള്ളതാണ്. താറാവ് കറി റെഡിയാക്കാൻ ഇവിടെ ആൾ റെഡിയാണ്. നമ്മൾ റെഡിയാണോ? റെഡിയാണ്. ഈസ്റ്റർ ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് താറാവ് കറി ഇല്ലാതെ സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല അല്ലേ? എനിക്ക് തോന്നുന്നൊരു സ്പെഷ്യൽ ആണല്ലേ ചേട്ടാ ഈസ്റ്ററിന് അല്ലേ? ഇന്നത്തെ നമ്മുടെ കുടുംബ സംഗമത്തിലെ ആൾക്കാരെ അവിടെ നിന്ന് പരിചയപ്പെടാം. നമുക്ക് മേരിക്കുട്ടി അമ്മച്ചിയുണ്ട്, നമുക്ക് ആശ ചേച്ചിയുണ്ട്, ജീമോൾ ചേച്ചിയുണ്ട്, അമ്മാളുണ്ട്, ജീമോൾ ആൻറ്റി ഉണ്ട്, സാൻസി ചേച്ചിയുണ്ട്, ബെറ്റി ചായനുണ്ട്, ഫിലിപ്പ് ചായനുണ്ട്, പേര് ഞാൻ മറന്നു, എബിച്ചായനുണ്ട്, കുര്യച്ചായനുണ്ട്, അവിടെ തോമസ് അങ്കിളുണ്ട്, തമ്പാൻ അങ്കിളുണ്ട്. അപ്പോൾ കുറേ പേരുണ്ട്. അതായത് ശരിക്കും ഇതും കൂടെ ആകുമ്പോൾ ഈ ചേരുവകൾക്ക് കുറച്ചും കൂടെ രസം കൂടും കേട്ടോ. ഒരുമിച്ചുള്ള എന്ത് സംഭവങ്ങൾ ചെയ്താലും കേട്ടോ ആ ഒരുമയുടെ ഒരു രുചി കൂടെ ഈ താറാവ് കറിക്ക് കാണുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്കിത് ആരംഭിക്കാം. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യൽ താറാവറിയുടെ രഹസ്യങ്ങളെല്ലാം സാൻസു ചേച്ചിയും സംഘാംഗങ്ങളും പറഞ്ഞു തരും. നമുക്കപ്പോൾ ആണുങ്ങൾക്ക് അവധി കൊടുക്കാം അല്ലേ? അവരവരുടേതായ തിരക്കുകളിലേക്ക് നമുക്കല്ലേ അപ്പോൾ നല്ലൊരു താറാവറി ഉണ്ടാക്കി തരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചോ? എന്തോ പ്രതീക്ഷയോടെ കേട്ടോ. ഇനി സിംഹങ്ങളൊക്കെ പോയി. അപ്പോൾ ഇനി പെൺസിംഹങ്ങൾ ഇറങ്ങി നിങ്ങളുടെ അരങ്ങാണിത്. അപ്പോൾ എന്തൊക്കെയാ ചേരുവകൾ എന്നൊന്ന് പറഞ്ഞു കൊടുക്കാം നമ്മുടെ പ്രേക്ഷകർക്ക്. എന്തൊക്കെയാ ചേച്ചി വേണ്ട പറഞ്ഞോളൂ. മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി, ഇത് 2 തരം മുളക് പൊടിയാണ്. ഒന്ന് കാശ്മീരി ചില്ലിയും ഇത് സാധാരണ എടുത്തിട്ടുണ്ട്. ശരി, കാശ്മീരി ചില്ലി എടുക്കുന്നത് കൊഴുപ്പ് കിട്ടാനും നിറം കിട്ടാൻ വേണ്ടി. ഇത് ഗരം മസാല, ശരി, വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, കടുക്, ശരി, കടുക്, സവാള ദാണ്ട് ഈ പരുവത്തിലരിഞ്ഞത് കേട്ടോ. ഒന്ന് കണ്ടോളൂ സവാള ഏത് പരുവാണെന്നാണ്ട് ഇതേപോലെയൊക്കെ അരിഞ്ഞത്. കാര്യം അതിലൊക്കെ ഒരുപാട് കഥയുണ്ട്. പച്ചമുളക്, ഉരുളക്കിഴങ്ങ് ആ പീസുകൾ കണ്ടല്ലോ. പിന്നെ എണ്ണ വെളിച്ചെണ്ണ തന്നെയാണല്ലോ അല്ലേ? തേങ്ങ ചിരികിയത് എടുത്തിട്ടുണ്ട്. പാല് പിഴിയാനായിട്ടാണ്. ഒറ്റ തവണയെ പാല് എടുക്കുള്ളൂ? ഒന്നാം പാലായിട്ട് മാത്രമാണ്? 1, 2, 3 ഉണ്ട്. ആദ്യത്തെ പാലെടുത്ത് മാറ്റി വെക്കും. ശരി. ഇനിയും പിന്നെ നമ്മുടെ പ്രധാന താരങ്ങളായ മൊത്തമായിട്ടുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഈ 2 താറാകൂട്ടന്മാരെ അരിഞ്ഞ് നമ്മൾ റെഡിയാക്കി കൊണ്ടുവരുന്നതാണ്. അതിനൊക്കെ ഇവിടെ ആൾക്കാരുണ്ട്. ഇവനെ പീസാക്കാൻ നമുക്കൊന്ന് കൊടുത്തുവിടാം. നമുക്ക് അത് അകത്ത് അടുക്കളയിലേക്ക് കൊടുത്തുവിടാം. ആരെങ്കിലും ഒന്ന് വന്നേ പീസാക്കാനായിട്ട്. ശരി, അതിനെ ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. ശരി, നമുക്ക് തുടങ്ങിയേക്കാം ചേച്ചി. പ്രഷർ കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി തുടക്കത്തിൽ എന്താ ചെയ്യേണ്ടത്? പാകത്തിന് വെള്ളം ഒഴിക്കുക. കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഞാനിങ്ങനെ സംസാരിച്ചോണ്ട്. വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത്. നാടൻ കറിയാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വേറെ ഒന്നും സ്വപ്നം കാണാൻ പറ്റത്തില്ല. കടുക് പൊട്ടിക്കുകയാണ്. ആൾ ഇതുവരെ ഗൗരവമൊന്നും വിട്ടിട്ടില്ല കേട്ടോ. സ്വതവേ വളരെ വലിയ തമാശക്കാരിയാണ്. അടുപ്പൊക്കെ അതിനിടയ്ക്ക് അണച്ചളഞ്ഞോ? അപ്പോൾ കടുക് പൊടിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ പുറകെ എന്താണ് ചാടേണ്ടത്? സവാള കൊത്തിയരിഞ്ഞത്. ശരി, 1 മിനിറ്റ്. എത്ര സവാള, എത്ര കിലോ ഇറച്ചിക്ക് എത്ര സവാള? അതിൻ്റെ കണക്കുണ്ടോ? 2 താറാവിലെടുത്തത്, അപ്പം 5 സവാള. അങ്ങനെ സവാള തട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്റർ സ്പെഷ്യൽ താറാവറിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് തന്നോ തലപ്പൊലി പോലെ പിടിച്ചോണ്ടിരിക്കണ്ട. പച്ചമുളക് കുറച്ചൊന്ന് വേണ്ട കഴിയുമ്പോഴത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് അല്ലേ? പച്ചമുളക് കൂടെ തട്ടിയിട്ടുണ്ട്. അത് ചെറുതായിട്ട് സവാള ഒന്ന് മാറുമ്പോഴത്തേക്ക് അല്ലേ? സവാള ഇച്ചിരി വഴന്ന് കഴിയുമ്പോൾ പച്ചമുളക് കൂടെ ഇട്ട് നന്നായി എണ്ണ ഇളക്കുക. അപ്പോൾ സവാള ഏകദേശം റെഡിയായി കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ആയോ? വരുന്നു. കുറെ തടിയന്മാരെ നേരത്തെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അവർ 50 ദിവസം നോമ്പ് കഴിഞ്ഞ് എല്ലാം കൂടെ എല്ലാ കടവും കൂടെ തീർക്കാനിരിക്കുക. സവാള വഴന്നില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇട്ടാൽ പിന്നെ സവാള വഴത്തില്ല. അപ്പോൾ അത് വഴന്ന് കിട്ടിയാലേ പറ്റുള്ളൂ. ഇനി ഉരുളക്കിഴങ്ങ് ഇടാറായിട്ടുണ്ട്. 2 താറാവിന് എത്ര ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്? അതിന്റെ വലിപ്പം കണ്ടല്ലോ. അത് 4 ഉരുളക്കിഴങ്ങ് ഒന്ന് കൂട്ടിയിട്ടിട്ടുണ്ട്. 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് റെഡി ആയിട്ട് പറഞ്ഞു ചേച്ചി. ചെറുതായിട്ട് ഉരുളക്കിഴങ്ങിന് ചെറിയൊരു കളർ വന്നോ? ചെറിയ ബ്രൗൺ കളർ വന്നു എന്ന് പറഞ്ഞു. കള്ളത്തരം പറഞ്ഞോ നോക്കട്ടെ. വന്നോ? ചെറുതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. സൈഡൊക്കെ ചെറുതായിട്ട് ഒന്ന് റോസ്റ്റായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് പറ എന്താണ് സംഭവം? ഇഞ്ചി കൊത്തിയരിഞ്ഞ ഇഞ്ചി ഉണ്ടോ? അതിൻ്റെ ഇത് കണ്ടല്ലോ, കൊത്തിയരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുത്തു. പിന്നെ വെളുത്തുള്ളി കൊത്തിയരിഞ്ഞതാണോ അതോ മുഴുവൻ അല്ലിയായിട്ട് അങ്ങ് ഇടുകയാണോ? അരിഞ്ഞതാണ് അല്ലേ? ശരി, വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ചെറിയുള്ളി. ചെറുള്ളി. ഓ, ചെറിയുള്ളിയും അരിഞ്ഞിട്ടുണ്ട് അല്ലേ? അല്ലെങ്കിൽ ചെറിയുള്ളി വലുതായിട്ട് തന്നെ ഇങ്ങനെ ഓടി ഓടി കിടക്കുകയുള്ളൂ. അതിന്റെ രസമൊന്നും അതിലേക്ക് ഇറങ്ങത്തില്ല. അപ്പം ഏകദേശം സംഭവങ്ങളൊക്കെ തീരാറായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ധാരണ വേണ്ട. കാര്യം നമ്മളിപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുത്ത ഇഞ്ചി വെളുത്തുള്ളി പിന്നെ എന്തോ അത് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തു, അതും കൂടെ റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്തത് മല്ലിപ്പൊടി. പൊടികൾ ഓരോന്ന് ചാടാൻ പോവുകയാണ്. മല്ലിപ്പൊടി ഒരു 5 സ്പൂൺ. 5 സ്പൂൺ. 5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി. ഇത് 2 മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇട്ടോ 1 2 3 4. കൊച്ചു സ്പൂണാണ്, ടേബിൾ സ്പൂണാണ്. രണ്ടും കൂടെ കൂട്ടി ഒരു 2.5 സ്പൂൺ. 2.5 സ്പൂൺ മതി അല്ലേ? ഇത് ഇനി നമ്മുടെ സാധാ മുളക് പൊടി അല്ലേ? എരിവിന്റെ റോള് പ്ലേ ചെയ്യുന്ന ശരിക്കും അവനാണ്. കാശ്മീരി ചില്ലി അല്പമേ അത് ചെയ്യുന്നുള്ളൂ. അതും ഒരു 4 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 മുളക് പൊടിയും പിന്നെ പൊടികളെല്ലാം ഒരുമിച്ച് അങ്ങ് ചാടുക അല്ലേ? ഗരം മസാല. ഓക്കെ, 1 2 3 ശരി, അതും ഒരു 3 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ പൊടികളാണ് ചേർത്തത്? മല്ലിപ്പൊടി, മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലി, നമ്മുടെ സാധാ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്താണ് ആ സംഭവം? ഗരം മസാല. ഈ 3 സംഭവങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഇതുവരെ നമ്മൾ ഇട്ടിട്ടില്ലല്ലേ? ഉപ്പിട്ടോ? ഉപ്പിട്ടില്ല. അപ്പോൾ എന്തായി, എല്ലാവരും പോയി, ഇനി നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കേട്ടോ. എന്നാ കളറ് എന്റെ സാൻസു ചേച്ചി. താറാവ് ഇടണം. ഇപ്പോഴാണ് പൊടികളും കൂടെ ചേർന്നപ്പോഴാണ് അല്ലെ അവനൊരു താറാവും കൊണ്ട് നമ്മുടെ ലീല കൊച്ചമ്മ പതുക്കെ മന്ദം ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. വരാം. എന്തായാലും സാൻസു ചേച്ചി ഇന്ന് ഭയങ്കര ഭാഗ്യവതിയാണ് കേട്ടോ. കാര്യം ഒരു വിഭവം ചെയ്യാൻ എത്ര പേരെയാണ് സഹായികളായിട്ട് കിട്ടുന്നത്. അതായത് കൺട്രാക്ട് വിടാനായിട്ട് 1-2 പേര്, അത് ചെയ്യൂ ഇത് ചെയ്യൂ, കൊണ്ടുവരാൻ താറാവ് അരിഞ്ഞു കൊണ്ടുവരാനായിട്ട് ഇത്ര നേരം അല്ലേ? അയ്യോ, അതിന്റെ വലിപ്പം, കഷ്ണങ്ങളുടെ വലിപ്പം നമ്മുടെ ലീല കൊച്ചമ്മയാണ് താറാവ് മുറിക്കാൻ ഏൽപ്പിച്ചത്. അതിന്റെ വലിപ്പങ്ങൾ പറഞ്ഞുതരാം. ദാണ്ടേ ഏകദേശം ഈ വലിപ്പം അല്ലേ? നമ്മൾ കറിക്ക് അരിയാന്നുള്ളത് തന്നെ പറഞ്ഞാൽ മതി അല്ലേ? ഫ്രൈക്കാണെങ്കിൽ നമ്മൾ ശരി കേട്ടോ. ഫ്രൈക്കാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ വലിപ്പത്തിൽ, റോസ്റ്റിനാണെങ്കിലോ ഈ ഫ്രൈയെക്കാട്ടി വലുതായിരിക്കും. ഓക്കെ കേട്ടോ. അങ്ങനെ ഒരു കാലൊക്കെ അതേപോലെ തന്നെ ഇടത്തോടെ. പക്ഷെ അതാണ് ഫോളോ ചെയ്യണ്ട അല്ലേ? അപ്പോൾ നമ്മൾ നന്നായിട്ട് താറാവ് ഇറച്ചിയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അല്പനേരം ഇതിനെ മൂടി വയ്ക്കുകയാണ്. സ്വല്പം നേരം എന്ന് പറഞ്ഞാൽ എത്ര നേരമാണ്? 3-4 മിനിറ്റ് മതി. ഇതിനൊന്ന് ആവി കയറാൻ വേണ്ടി മാത്രം. ഇപ്പം ശരിയാക്കി തരാം. അപ്പോൾ ഒരു 3-4 മിനിറ്റ് മതി അല്ലേ? ഒന്ന് ആവി കയറാനായിട്ട് ഒരു 4 മിനിറ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് ആവി ഒന്ന് ഫോം ചെയ്യാനായിട്ട്. ഇത്ര നേരം തുറന്നു വെച്ചുള്ള കുക്കിംഗ് ആയിരുന്നു. അല്പനേരം ഇവനൊന്ന് അടച്ചു വെക്കുകയാണ്. അപ്പോൾ നമ്മൾ തേങ്ങ ചിരികിയതെല്ലാം കൂടെ പാലാക്കി എടുത്തിട്ടുണ്ട്. അതായത് 1-ാം പാലും 2-ാം പാലും 3-ാം പാലും. ഇത് 3 സ്റ്റേജസിലായിട്ടായിരിക്കും അല്ലേ ചേർക്കുന്നത്. അപ്പോൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമ്മുടെ താറാവ് കറി കുട്ടപ്പനെ അങ്ങനെ റെഡിയാക്കി ഇറക്കാൻ പോകണം. ഇവിടെ റെഡിയാക്കി 4 മിനിറ്റ് ഒക്കെ ആയി കാണുമല്ലോ. ആയി. ഒരു 4 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. അതൊരു പേരുണ്ട്, ആവിയൊക്കെ ഒന്ന് വന്നല്ലേ, അതൊന്ന് നന്നായിട്ടൊന്ന്. കാര്യം താറാവ് ഇറച്ചി എളുപ്പമല്ലേ, അതിൻ്റെ മാംസത്തിന് തീരെ കട്ടിയില്ലാത്തതുകൊണ്ട്. എന്നാ മണവാ. അപ്പൊ ഇനി തേങ്ങാപ്പാലൊക്കെ ചേർക്കണോ വേണോ? അത് നല്ല രസമുണ്ട് ചേച്ചി. നല്ല അതൊരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും. താറാവ് കറി എന്നല്ലേ പറഞ്ഞു. അപ്പൊ ഇതിപ്പം എത്രാമത്തെ പാലാ ചേർക്കുന്നത്? 3-ാം പാല്. 3-ാം പാലാണ് ആദ്യം ചേർക്കുന്നത് കേട്ടോ. 3-ാം പാൽ ആദ്യം ചേർക്കുകയാണ്. അപ്പൊ ചെറിയൊരു തിള കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ 2-ാം പാൽ ചേർത്ത് കൊടുക്കുകയാണ്. 1-ാം പാൽ ഒഴിച്ച് 3-ാം പാൽ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് തിളക്കിയപ്പോഴേക്ക് നമ്മൾ 2-ാം പാൽ ചേർത്ത് കൊടുത്തു. ഇനി അതും ഇതുപോലൊരു ചെറിയ തിള കിട്ടുമ്പോൾ നമ്മൾ 3-ാം പാലും കൂടെ ചേർക്കും. 2-ാം പാൽ ഒഴിച്ചിട്ട് ഇനിയും നമ്മളത് മൂടി വെച്ച് വെയിറ്റ് ഇടും. അത് ഇറച്ചി വേഗണ്ടേ? അപ്പോൾ ഇനി ഇതൊന്ന് അടച്ചു വെക്കാം അല്ലേ? 2-ാം പാൽ ഒഴിച്ചു കൊടുത്തു. അതൊരു ചെറിയ തിള കിട്ടിയപ്പോഴത്തേക്ക് അടച്ചു വെച്ച് കൊടുത്തോ? ഇനി അടയ്ക്കാൻ പോവാണ്. ഇനി അടയ്ക്കാൻ പോകണം. ചെറിയൊരു തിള കാണുമ്പോഴത്തേക്ക് നമ്മൾ അടച്ചു വെച്ച് കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ള താറാവ് ഇതിനകത്തിരുന്ന് ബാക്കിയുള്ള വേവ് ഇതിൻ്റെ ഇപ്പോഴാണ് വേവാൻ പോകുന്നത്. ഇനി ഒരു 3-4 മിനിറ്റ് മതിയോ അതോ പോരാ? ഇനിയും ഒരു വിസിൽ അല്ലെ 2 വിസിൽ അടിക്കുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക. അങ്ങനെ 2-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞു. ഏകദേശം ഒരു 5-6 മിനിറ്റ് ആയല്ലേ ചേച്ചി? 5-6 മിനിറ്റ് കൊണ്ട് അത് നന്നായിട്ട് വെന്ത് കാണുമെന്നാണ് പ്രതീക്ഷ. തുറക്കാം.
ഇനി നമ്മൾ താണ്ട ഒന്നാം പാൽ ചേർക്കാൻ പോവുകയാണ്. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒട്ടും തിളയ്ക്കാൻ വിടരുത്. അല്പം ചെറിയൊരു തിള കാണുമ്പോഴത്തേക്ക് നമ്മൾ ഓഫ് ചെയ്ത് നിൽക്കണം. അല്ലെങ്കിൽ ഒന്നാം പാലിൻ്റെ ആ സത്ത് മുഴുവൻ ആവിയായി നീരാവിയായി നഷ്ടമായി പോകും കേട്ടോ. അപ്പോൾ ഇനി ഇവൻ്റെ കൂട്ടുകാരനെ ഇങ്ങോട്ട് നമുക്ക് വിളിക്കണം. ഇവൻ്റെ കൂട്ടുകാരനായിട്ട് നമ്മൾക്ക് പാലപ്പമൊക്കെ റെഡിയാക്കിയോ? അപ്പോൾ നല്ല പാലപ്പം ഉണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ നല്ല കുട്ടനാടൻ താറാവ് കറി. ബബ്ബ വരട്ടെ. അപ്പോൾ ടേസ്റ്റ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് ആരും കൊതിവിടരുത്. നമ്മുടെ താറാവ് കറിയിൽ കുതിർന്ന ആ പാലപ്പം അങ്ങനെ കുളിച്ച് നിൽക്കുകയാണ് കേട്ടോ. അതിനെ വായിലെടുത്ത് വെച്ചാൽ മതി, നമ്മൾ ചവയ്ക്കൊന്നും വേണ്ട. അത് നാവിലിരുന്ന് അലിഞ്ഞങ്ങ് ആമാശയത്തിലൂടെ അങ്ങ് ചെന്നോളും. മാലയൊക്കെ ഉണ്ടായിരുന്നു പഴയ രാജാക്കന്മാരെ പോലെ എടുത്ത് ഇട്ടുതരായിരുന്നു കേട്ടോ. അത്രയ്ക്ക് ഞാൻ മുഖംബോ ഗുശുവ എന്നൊക്കെ പറയുന്ന പോലെ വിജയ് ഗുശുവ.